السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد. സഹോദരന്മാരെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ, വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം സുഹ്ബത്തുമായി ബന്ധപ്പെട്ടാണ്. സുഹ്ബത്ത് സഹവാസത്തെയാണ് അറിയിക്കുന്നത്. സഹവസിച്ചു, ഒപ്പം കൂടി, ഒപ്പം കഴിഞ്ഞു, ഇങ്ങനെയുള്ള അർത്ഥത്തിലാണല്ലോ സുഹ്ബത്ത് പ്രയോഗിക്കുക. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരായി നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴലെന്ന പോലെ വർത്തിച്ചവരാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് എന്നവർ വിളിക്കപ്പെടുന്നത്. ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസഹ്ബ എന്ന് മരണവേളയിൽ ചില സഹാബികൾ പറഞ്ഞത് കേൾക്കാം, ചരിത്രത്തിൽ വായിക്കാം. മരിച്ച് ഞാൻ നാളെ കണ്ടുമുട്ടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ സ്വഹാബത്തിനെയുമാണ് എന്ന്. ഇവിടെ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുയുടെ മരണവേളയിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ രോഗ സന്ദർശനം നടത്തുന്ന സന്ദർഭത്തെക്കുറിച്ച്, സൽമാൻ അൽ ഫാരിസി അദ്ദേഹം മദായിനിലാണ് മരണപ്പെടുന്നത്. അപ്പോൾ സഅദിനെ കണ്ടപ്പോൾ കരയാണ്. അപ്പോൾ സഅദ് ചോദിക്കുകയാണ്, സഹിബ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൽമാൻ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചിട്ടില്ലേ? പിന്നെന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത് എന്ന്. അവിടെ സഹിബ്ത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനോട് നിങ്ങൾ സഹവസിച്ച ആളല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചരിത്രത്തിൽ കാണാം. ആ രോഗ സന്ദർശനത്തിൽ മുആദ് ബിൻ ജബൽ ഉണ്ടായിരുന്നു, സഅദ് ബിൻ അബി വഖാസ് ഉണ്ടായിരുന്നു. അപ്പോൾ സൽമാൻ ഫാരിസി പറയുന്നുണ്ട്, കരയിപ്പിക്കുന്നത് ഈ സമയം റസൂലുള്ളാഹിനോട് സഹവസിച്ചോ ഇല്ലേ എന്നുള്ളതല്ല, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ച് ജീവിച്ച നാളിൽ ഞങ്ങളോടൊരു കരാറ് സ്വീകരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹിദ ഇലൈന അഹ്ദൻ, ആ കരാറ് വല ഉറാനി ഇല്ലാത്ത അദ്ദൈതു, ഞാനത് ലംഘിച്ചോ എന്നാണ് എൻ്റെ പേടി എന്നാണ്. അതിലാണ് കരയുന്നത്. അപ്പോൾ എന്താണ് ആ കരാറെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ സാദ്, ഭൗതിക ഞങ്ങളുടെ ഭൗതിക വിഭവങ്ങൾ, അതൊരു യാത്രികൻ്റെ പാതയം, സാദുർ റാക്കിബ്, ഒരു യാത്രികൻ്റെ പാതയം കണക്കെ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അത് മറികടന്നോ എന്നുള്ളൊരു ആലോചനയിലാണ് കരയുന്നത് അറിയുന്നത്. അപ്പോൾ സഅദ് ബിൻ അബി വഖാസ്, മുആദ് ബിൻ ജബൽ, രണ്ടാളുണ്ടല്ലോ. അവർ എന്തായിരിക്കും സൽമാൻ അൽ ഫാരിസി ഇത്രമാത്രം ആകുലപ്പെടുത്തുന്ന ആ സമ്പാദ്യം, അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. കാരണം സൽമാൻ അൽ ഫാരിസി വിരക്ത ജീവിതത്തിൻ്റെ വക്താവായിരുന്നു. സൽമാൻ മദായിനിലായിരുന്നു. അബുദർദാവും ഉമ്മുദർദാവും ഒക്കെ സിറിയയിലായിരുന്നു. സൽമാൻ അൽ ഫാരിസി ഇടക്ക് ഇവരെ സന്ദർശിക്കാൻ വരുന്നത് ചരിത്രത്തിൽ കാണാം. അബുദർദായിനെയും ഉമ്മുദർദായിനെയും സിറിയയിൽ സന്ദർശിക്കാൻ വരുന്നത് കാണാം അല്ലേ. ഡ്രസ് കോഡായിട്ട് എന്താ ഉണ്ടായിരുന്നത്? ഒരു മുഷമ്മറായ സിർവാല്, മടക്കി കുത്തിയ ഒരു സിർവാല് ധരിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു കിസാവ് പൊറിച്ചിട്ടുണ്ടാവുന്നതാണ്, ഒരു വസ്ത്രം പൊറിച്ചിട്ടുണ്ടാകും. അതാണ് സൽമാൻ്റെ ഡ്രസ്സ് എന്നാണ്, മദീനയിൽ നിന്ന് സിറിയയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് സൽമാനോട്, നിങ്ങളുടെ രൂപം തന്നെ നിങ്ങൾ കോലം കെടുത്തി കളഞ്ഞല്ലോ എന്ന്. അപ്പം സൽമാൻ പറയും, ഭൗതിക വിഭവം എത്രയൊക്കെ മതി, ആഖിറത്തിലേക്കുള്ള വിഭവമാണ് വേണ്ടത്. അങ്ങനെ ജീവിച്ച ആളാണ് ആര്? സൽമാൻ അൽ ഫാരിസി. ആ സൽമാൻ അൽ ഫാരിസിനോടാണ് ചോദിക്കുന്നത്, നിങ്ങളെ കരയിപ്പിക്കണത് എന്താണ്? മരണശൈലിയിൽ അദ്ദേഹം കരയാണ്. അപ്പം പറയാണ്, റസൂലുള്ള ഒരു കരാർ ചെയ്തിട്ടുണ്ട്, ഒരു റാക്കിബിൻ്റെ സാദ്, യാത്രക്കാരൻ്റെ പാതയം കണക്കെ മതി വിഭവം, പക്ഷെ അത് കൂടിപ്പോയോ എന്നുള്ളതാണ് പേടി എന്നാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, ഇവർ അദ്ദേഹത്തിൻ്റെ മരണശേഷം, സൽമാൻ്റെ മരണശേഷം സ്വത്ത് എണ്ണിന്നാണ് 23 ദിർഹമുള്ളത്, ആകെ 23 ദിർഹം. പിന്നെ കാണാം ഒരു ജഫ്നയും ഒരു മിത്ഹറയും ഒരു ഇജാനയും. ഇജാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരുതരം പാത്രങ്ങളാണ്. മാവ് വഴക്കാനൊരു പാത്രം, അതേപോലെ തന്നെ അതിലേറെ കുറച്ച് വലുതൊരു പാത്രം, പിന്നെ ഒരു ശുദ്ധി വരുത്താനുള്ള പാത്രവും. 3 പാത്രങ്ങളും 23 ദിർഹം ആകെ സൽമാൻ അൽ ഫാരിസിക്ക് വരുമാനമായിട്ടുണ്ടായിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്ത കരാറ് അതിനോട് ലംഘനമായോ എന്നുള്ള ആലോചനയിൽ കരയുകയായിരുന്നു എന്നാണ്. അത് പൂർവികരുടെ ചരിത്രത്തിൽ ഒരു വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്, നമ്മൾ പഠിക്കാനുള്ളതുമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹിഷാം ഉത്ബത്ത് ബിൻ റബീഅന്റെ രോഗസന്ദർശനം നടത്തി. ഇതിന് സമാനമായ ചരിത്രമുണ്ട്. ഉത്ബ ഇബ്നു റബീഅ ആരാ? ഷെയ്ഖുൽ ജാഹിലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഷെയ്ഖുൽ ജാഹിലിയ, ജാഹിലിയത്തിൻ്റെ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഉത്ബ. ഈ ഉത്ബൻ്റെ മകളാണ് ഹിന്ദ് ബിന്ദു ഉത്ബ, അബൂ സുഫിയാന്റെ ഭാര്യ, മുആവിയ റളിയല്ലാഹുവിന്റെ ഉമ്മ. ഈ ഉത്ബത്ത് ബിൻ റബീഅന്റെ മകനാണ് അബൂ ഹിഷാം. അതേപോലെ പ്രമുഖ സഹാബി, ബദറിൽ പങ്കെടുത്ത അബൂ ഹിഷാമിൻ്റെ ഒരു സഹോദരനുണ്ട്, അബുൽ ബുഖ്തരി അല്ല, പേര് ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി. ഏതായാലും അദ്ദേഹത്തിൻ്റെ പേര് ഖൈസാണ്, അല്ലെങ്കിൽ മുഹൈഷിം, അല്ലെങ്കിൽ ഖൈസ് ബിനു ഉത്ബ. അതിന് വിളിപ്പേരാണ്, അബൂ ഹിഷാം പോലെ വിളിപ്പേരാണ് പ്രസിദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്താണ് ബദറിലേക്ക് ഇറങ്ങിയത്. ദന്ന യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ വാപ്പാനെയാണ് വിളിക്കുന്നത്. വാപ്പ പുറത്താണ്. ആര്? ഷെയ്ഖുൽ ജാഹിലിയ ഉത്ബ ഇബ്നു റബീഅ. വാപ്പാനെ ദന്ന യുദ്ധത്തിന് വിളിക്കുകയാണ്. ആര്? മകൻ. അപ്പൊ ഹിന്ദ് ഇടപെടുന്നുണ്ട് ആ വിഷയത്തിൽ. ഹിന്ദ് വളരെ വലിയ ശകാരം നടത്തുന്നുണ്ട്. ആരെ? ആങ്ങളനെ. കാരണം ആങ്ങളെയാണല്ലോ. അബൂ ഹിഷാമും ഈ ഖൈസ് ഇബ്നു ഉത്ബയൊക്കെ ആങ്ങളന്മാരാണ്. വിഷയം അതല്ല. ഈ അബൂ ഹിഷാം ഇബ്നു ഉത്ബ മക്കം ഫതഹിനോടനുബന്ധിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചത്. മക്കം ഫതഹിനോടനുബന്ധിച്ച് ബാപ്പ ബദറിൽ കൊല്ലപ്പെട്ട്, ഉത്ബ കൊല്ലപ്പെട്ടു. ഉത്ബയും നമ്മൾ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഹംസത്ത് ഷൈബയോടും അലി വലീദിനോടും ഉബൈദത്ത് ഉത്ബയോടാണ് ഏറ്റുമുട്ടുന്നത് ദന്ന യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ.
അങ്ങനെ ഹംസ ഷൈബയെ പെട്ടെന്ന് വധിക്കും, അലി വലീദിനെ വധിക്കും, ഉത്ബയും ഉബൈദും തമ്മിലാണ് യുദ്ധം നിലനിൽക്കുക. പിന്നെ ഉത്ബ വധിക്കപ്പെട്ടാണ്. ആ ഉത്ബയാണ് ആര്? ഹിന്ദിന്റെ വാപ്പ, അതേപോലെ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ വാപ്പ, അതേപോലെ അബു ഹിഷാമിന്റെ വാപ്പ. അസഹാബിന്റെ പേര് എങ്ങനെ കിട്ടില്ല, ഖൈസ് എന്നാണ് ഇതിന്റെ പേര്, പക്ഷെ വിളിപ്പേരാണ് പ്രസിദ്ധം. ഈ അബൂ ഹിഷാം അതാണ് നമ്മുടെ മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ സൃഷ്ടകാലം അദ്ദേഹം കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണ്? ഈ അബൂ ഹിഷാം ഇബ്നു ഉത്ബ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവനാണ്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു മിസ്അബിന്റെ ഉമ്മ ഒത്ത സഹോദരനാണ്. മിസ്അബ് ഇബ്നു ഉമൈറിന്റെ ഉമ്മത്തെ സഹോദരനാണ് അബൂ ഹിഷാം ഇബ്നു ഉത്ബ. മനസ്സിലായോ? പ്രസിദ്ധനാണ് അദ്ദേഹം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ് മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് പിന്നെ അദ്ദേഹത്തോടൊരു വസിയത്ത് ചെയ്തിരുന്നു, ഒരു ഉടമ്പടി. അതെന്താ? അബൂ ഹിഷാം വലിയ വലിയ സ്വത്തുക്കൾ വീതം വെക്കുന്ന വേദികളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. വലിയ വലിയ സ്വത്തുക്കൾ വീതം വെക്കുന്ന വേദികളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. അവിടെ നിങ്ങൾക്കുണ്ടാകേണ്ട വിഹിതം അള്ളാന്റെ മാർഗത്തിൽ പോരാടാൻ ഒരു വാഹനം, ഒട്ടകം അല്ലെങ്കിൽ കുതിര, പിന്നെ നിങ്ങൾക്ക് സേവനത്തിനൊരു ഖാദിം, അതിലപ്പുറം നിങ്ങൾക്ക് സ്വത്തായി ഒന്നും വേണ്ട എന്നാണ്. മനസ്സിലായോ? ചരിത്രത്തിൽ ഇദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്ത് ദീനത്ത് കിടക്കാണ്. അപ്പം മുആവിയ റളിയല്ലാഹു തആല അദ്ദേഹത്തെ രോഗം കാണാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം കരയാണ്. അബൂ ഹിഷാം ഇബ്നു ഉത്ബ കരയാണ്. അപ്പോൾ ചോദിക്കാണ്, അബൂ ഹിഷാം എന്താ കരയണത്? നിങ്ങളുടെ ശരീരം നോവുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഭൗതിക വിയോഗത്തിൽ വിഷമമുണ്ടോ? ഇതാണ് മുആവിയ ചോദിക്കുന്നത്. ആരോട്? അബൂ ഹിഷാമിനോട്. മുആവിയ അമ്മാവനാണ്. ഈ അബൂ ഹിഷാമിന്റെ സഹോദരൻ അബൂ ഹുദൈഫയാണ്. അബൂ ഹുദൈഫ ഞാൻ പറഞ്ഞ ഖൈസ് പേര്, വിളിപ്പേര് അബൂ ഹുദൈഫ. അബൂ ഹുദൈഫ ബദർ യുദ്ധത്തിൽ നമ്മൾ അദ്ദേഹം ഏറെ വായിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹിഷാമിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ അബൂ ഹിഷാം പറയാണ്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ആ വസിയത്ത്, ഒരു അള്ളാന്റെ മാർഗത്തിൽ യാത്ര ചെയ്യാനൊരു മൃഗം, പിന്നെ ഒരു ഖാദിം, സ്വത്തായിട്ട് ഇത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വസിയത്ത് പാലിക്കാൻ സാധിച്ചിട്ടില്ലേ എന്നതാണ് എൻ്റെ ഈ സമയത്തെ വിഷമം എന്നാണ്. അബൂ ഹുദൈഫ അബൂ ഹിഷാം ഇബ്നു ഉത്ബ മരണപ്പെട്ട് ആ രോഗത്തിൽ മരിച്ച്. അദ്ദേഹത്തിന് പ്ലാഗ് രോഗം പിടിപെട്ടിരുന്നു എന്നാണ്. താവൂനെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അന്ന് പ്രസിദ്ധമായ താവൂൻ ഉണ്ടല്ലോ, അതിനാണ് മരിക്കുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അമ്മാവൻ അബൂ ഹിഷാം മരിച്ചിട്ട് സ്വത്ത് എണ്ണി നോക്കി. വളരെ ചുരുങ്ങിയ ദിർഹമുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്വത്തായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്തിനെ ഭേദിച്ച് കുറേ നേടിയോ എന്ന ഒരു ഭീതിയിൽ അദ്ദേഹം മരിച്ചു എന്നതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹാബികളുടെ ചരിത്രത്തിൽ ഇങ്ങനെ നമ്മൾ കുറേ വായിക്കുന്നുണ്ട്, അവരുടെ വിരക്ത ജീവിതത്തിൻ്റെ അടയാളങ്ങൾ. നമ്മുടെ വിഷയം സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് സഅദ് ഇബ്നു അബീ വഖാസ്, എന്തിനാണ് നിങ്ങൾക്ക് അറിയുന്നത്? വഖദ് സഹിബ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് നിങ്ങൾ സഹവസിച്ച ആളല്ലേ എന്ന് ചോദിക്കുന്ന ആ ചോദ്യമാണ്. അത് സഹിബ്ത, മനസ്സിലല്ലേ? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, സഹിബ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 10 വർഷം സഹവസിച്ചു എന്ന്. 10 വർഷം സഹവസിച്ചു. എന്താ 10 വർഷത്തെ സഹവാസം? അതിനെക്കുറിച്ച് എന്തിനാ പറഞ്ഞത്? അത് പിന്നെ അനസ് തൻ്റെ അനുഭവങ്ങൾ പറയാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ പല സുഗന്ധദ്രവ്യങ്ങളും മണത്തിട്ടുണ്ട്, വാസനിച്ചിട്ടുണ്ട്, പക്ഷേ റസൂലുള്ളാഹിയുടെ മണത്തോളം ഒരു സുഗന്ധദ്രവ്യവും ഉണ്ടായിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറേ പ്രത്യേകതകളാണ് പറയുന്നത്. അവിടെ സഹിബുതു എന്നാണ് പറഞ്ഞത്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചു എന്നാണ്. നമ്മുടെ വിഷയം
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അസ്വാഹിബ് എന്ന് പറയും. അള്ളാഹിനെ കുറിച്ച് അസ്സാഹിബ് എന്ന് പറയും. അത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഉള്ള പ്രസ്താവനയാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണവുമാണ് അസ്വാഹിബ് എന്നുള്ളത്. ഇമാം ഇബ്നു മന്ദയെ പോലുള്ള ഖുർത്തുബിയെ പോലുള്ളതായ പണ്ഡിതന്മാർ അസ്മാഉൽ ഹുസ്ന എണ്ണുമ്പോൾ അസ്സാഹിബ് എന്ന ഒരു പേര് കൂടി അള്ളാഹ്ക്ക് എണ്ണിയിട്ടുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ അത് എണ്ണിയിട്ടില്ല. അള്ളാഹുവിൻ്റെ പേരുമായി ബന്ധപ്പെട്ട അതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ ഒരു വിഷയം. അസ്സാഹിബ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ്ക്ക് അസ്സാഹിബ് എന്നുള്ള ഈ ഒരു പ്രത്യേകത വന്നത് എവിടെയാണ്? നമ്മളെപ്പോഴും പറയുന്നൊരു വിഷയം. യാത്രയിൽ എവിടെ? യാത്രക്കാരൻ്റെ പ്രാർത്ഥന ഉണ്ട്, ദുആഉൽ മുസാഫിർ, ദുആഉസ് സഫർ. അവിടെയാണ് ആ പേര് വരുന്നത്. ആ പേരിൻ്റെ വിവിധ ആ പേരുള്ള പ്രാർത്ഥനയുടെ പദങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ പരിചയപ്പെടാം, അതിൻ്റെ ആശയവും മനസ്സിലാക്കാം. അസ്വാഹിബ് എന്നാൽ അള്ളാഹ്ക്ക് വിശേഷിപ്പിക്കപ്പെടുന്നത് പോലെ പ്രസ്താവിക്കപ്പെടുന്നത് പോലെയല്ല അള്ളാഹു അല്ലാത്തവർക്ക് അസ്സാഹിബ്. രണ്ട് സാഹിബുകളെ കുറിച്ച് പടപ്പുകളിൽ നമുക്ക് ഹദീസുകളിൽ കാണാം പ്രസിദ്ധമായിട്ട്. രണ്ട് സാഹിബ്. ഒന്നാരാ? സാഹിബു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആരാണ്? ഇത് യഖൂൽ ലിസ്വാഹിബിഹി ലാ തഹ്സൻ. ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതാണ് സാഹിബ്. പിന്നെ ഒരു സാഹിബ് മലക്ക് ജിബ്രീലാണ്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയാണ്, നിഅമദ് ദഖീൽ വ നിഅമസ് സ്വാഹിബ്. ഏറ്റവും നല്ല സ്വാഹിബാണ്, ഏറ്റവും നല്ല ദഖീലാണ്. അതെങ്ങനെ പറയുന്നത് അറിയോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഒരാളോട് സംസാരിക്കണം. സംസാരിക്കുന്ന വ്യക്തി ആയിഷ റളിയല്ലാഹു തആല ഇങ്ങനെ നോട്ടിട്ട്, സുന്ദരനാണ്, സുമുഖനാണ്. അപ്പം സഹാബികളുടെ കൂട്ടത്തിൽ സുന്ദരനായ രണ്ട് സഹാബിമാരുണ്ട്. കുറേ സഹാബികൾ സുന്ദരന്മാരുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം പറയപ്പെട്ട രണ്ട് പേരുണ്ട്. ഒന്ന് ദിഹിയ ഇബ്നു ഖലീഫ അൽ കൽബിയാണ്. ദിഹിയ ഇബ്നു ഖലീഫ അൽ കൽബി. രണ്ട് ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി. ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി. രണ്ടുപേരും സുന്ദരന്മാരാണ്. ഒരു സഹാബികൾ തന്നെ ചിലർ വർത്താനം കാണാം, ദിഹിയയാണോ സുന്ദരൻ കൂടുതൽ, അതല്ല ജരീറാണോ? ഏതായാലും ഈ ദിഹിയ ഇബ്നു ഖലീഫ അൽ കൽബി, അദ്ദേഹത്തിൻ്റെ പെങ്ങളാണ് ഷറാഫ് ബിന്ത് ഖലീഫ അൽ കൽബിയ. ബനു ഖുലാ ഗോത്രക്കാരനാണ്. ബനു കൽബ് ഗോത്രം സിറിയയുടെ ഭാഗത്ത് പിന്നെ താമസമുറപ്പിച്ച അറേബ്യൻ ഗോത്രമാണ് ഖുലാ. അതിൻ്റെ ഉപഗോത്രമാണ് ബനു കൽബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ സെയ്ദ് ബിൻ ഹാരിസ് ഒക്കെ ഒരു ബനു കൽബ് ഗോത്രക്കാരാണ്. ഏതായാലും ദിഹിയത്ത് ബിൻ ഖലീഫ അൽ കൽബി സുന്ദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഷറാഫ് എന്ന് പറയുന്നവർ, ഷറാഫ് ബിന്ത് ഖലീഫ അൽ കൽബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം അന്വേഷിച്ചിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വീട് കൂടുകയോ അവരോടൊത്ത് പാർക്കുകയോ ചെയ്തിട്ടില്ല. മനസ്സിലായ? ചരിത്രത്തിൽ വായിക്കുമ്പോൾ കാണാം, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ വേണ്ടി അയച്ചത് ആയിഷ റളിയല്ലാഹു തആല തന്നെയാണെന്ന്. മനസ്സിലായല്ലേ? ഏതായാലും ആ കാഴ്ചയും കല്യാണവും നടന്നില്ല എന്നുള്ളതാണ് വിഷയം. കാരണം അതിനു മുമ്പ് ഷറാഫ് മരണപ്പെട്ടു എന്നാണ് ചരിത്രം വായിക്കുന്നത്. ഷറാഫ് ബിന്ത് ഖലീഫ അൽ കൽബിയ. ദഹിയ ഇബ്നു ഖലീഫ അൽ കൽബി, അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിട്ട് ദഹിയയോട് സംസാരിക്കണതാണ് കാണുന്നത്. ആര്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ആയിഷ എന്ത് ചെയ്ത് ഇങ്ങനെ നോക്കി. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ പറയുന്നുണ്ട്, റസൂലെ നിങ്ങൾ കുറേ നേരം സംസാരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു, ആരോടെ സംസാരിച്ചിരുന്നത്? അപ്പോൾ ദഹിയയോടല്ലേ നിങ്ങൾ സംസാരിച്ചത്, ദഹിയ ഇബ്നു ഖലീഫ. അപ്പോൾ റസൂലുള്ള പറഞ്ഞത് ദിഹിയ അല്ല, അതാരായിരുന്നു? അത് ജിബ്രീലായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം കൊണ്ടുവന്ന് ജിബ്രീലിനോടാണ് സംസാരിച്ചത്. അപ്പോൾ സുന്ദരനാണ്, സുമുഖനാണ്. സൗന്ദര്യത്തിൽ സുമുഖതയിൽ പ്രസിദ്ധി ദിഹിയക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആയിഷ എന്ത് ചെയ്തത്, അവരെ അതിനെ തെറ്റിദ്ധരിച്ചത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ, ദിഹിയയുടെ വേഷത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീൽ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
ആയിഷ റളിയല്ലാഹു തആല അൻഹ വഅലൈക വഅലൈഹി അസ്സലാം, നബിക്കും ദഹിയ ജിബ്രീലിനും സലാം അടക്കി എന്നിട്ട് പറഞ്ഞതാണ് എന്ത്? നിഅമദ് ദഖീലു നിഅമസ് സ്വാഹിബു വനിഅമദ് ദഖീൽ. ഏറ്റവും നല്ല കൂട്ടുകാരനാണ്, സാഹിബാണ് ജിബ്രീൽ. ഏറ്റവും നല്ല ആഗതനാണ് ജിബ്രീൽ എന്ന്. ദഖീൽ എന്ന് പറഞ്ഞാൽ ആഗതൻ, സാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, സഹവാസി അല്ലേ. അപ്പോൾ ജിബ്രീൽ പലതവണ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് സലാം പറഞ്ഞു പോയ ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ യാ ആയിഷ് ഹാദാ ജിബ്രീൽ യുസല്ലിമു അലൈക് ആയിഷ്, ഇതാ ജിബ്രീൽ നിങ്ങൾക്ക് സലാം ഓതുന്നു എന്ന് പറയും. മനസ്സിലായി? അപ്പോൾ ആയിഷമ്മതിൻ്റെ സലാം പ്രതികരിക്കാറുണ്ട്. ഇത് വേറെ സന്ദർഭമാണ്, മനസ്സിലായോ? ഏതായാലും അവിടെ ആ പ്രയോഗം നിഅമ അസ്വാഹിബു വനിഅമദ് ദഖീൽ, എത്ര നല്ല സ്വാഹിബാണ് ജിബ്രീൽ, എത്ര നല്ല ദഖീൽ ആഗതനാണ് ജിബ്രീൽ എന്നാണ്. അതാ സാഹിബിന്റെ ഗുണമേന്മയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സാഹിബാണ്, അറിയപ്പെട്ട സാഹിബ്. എന്താ അബൂബക്കർ റളിയല്ലാഹുവിന്റെ സുഹബത്തിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷേമകാലത്തും ക്ഷാമകാലത്തും ഒരുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്ന ആളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അദ്ദേഹത്തിന് അംഗീകരിച്ചിട്ടുണ്ട്. ആളുകളെല്ലാവരും എന്നെ കളവാക്കിയ നാളിൽ എന്നോട് സഹവസിച്ചു. ആളുകളെല്ലാവരും എനിക്ക് അവരുടെ സ്വത്തും ശരീരവും വിലങ്ങിയ നാളിൽ അബൂബക്കറാണ് എനിക്ക് അകമഴിഞ്ഞ് സഹായം നൽകിയതെന്നൊക്കെ റസൂലുള്ള പറയുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് യഖൂൽ ലി സാഹിബിഹി വഹുവ ഇദ് യഖൂൽ ലി സാഹിബിഹി ലാ തഹ്സൻ, തൻ്റെ സാഹിബിനോട് തിരുനബി പറഞ്ഞ സന്ദർഭം നിങ്ങൾ ദുഃഖിക്കല്ല എന്ന്. അത് സന്ദർഭം ഏതാ? അത് ഹിജ്റയുടെ വേളയാണ് അല്ലേ. ആയിഷ റളിയല്ലാഹു തആല പറയാണ്, സാധാരണ എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പ്രഭാതത്തിലെ പ്രദോഷത്തിലെ വിസിറ്ററാണ്, സന്ദർശകനാണ്. പക്ഷെ ഒരു ദിവസം ഉണ്ട് നട്ടുച്ചക്ക് വരുന്നത്. നട്ടുച്ചക്ക് വന്നിട്ട് പറയുന്നത് അബൂബക്കർ കാറിയറിനടുത്ത് ആളെ മാറ്റാനാണ്. അപ്പോഴത്തേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള വിവാഹ ഉടമ്പടി നടന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് നിങ്ങളുടെ അഹ്ല് തന്നെയാണ് ഇവിടെ ഉള്ളത്, വരാൻ പറയാണ്. മനസ്സിലായേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുന്നത്, അബൂബക്കർ എനിക്ക് ഹിജ്റക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അബൂബക്കർ ഉടനെ ചോദിക്കണം, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, റസൂലേ സുഹ്ബത്ത് ഉണ്ടോ എന്നാണ്. അതായത് അദ്ദേഹത്തിന് കൂടെ യാത്രയിൽ അനുഗമിക്കാൻ അവസരമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതുണ്ട് എന്ന് പറയാണ്. അപ്പം കരയാണ്. ആര് കരഞ്ഞു? അബൂബക്കർ റളിയല്ലാഹു കരഞ്ഞു. എന്തിന് കരഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഹിബായി ഹിജ്റയിൽ ഒപ്പം പോകാൻ അവസരം കിട്ടിയതിൽ. ആയിഷുമ്മ തന്നെ പറയാണ്, വേദന കൊണ്ട് കരയുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ സന്തോഷം കൊണ്ട് കരയുന്ന ആ കാഴ്ച ആദ്യമായിട്ട് കാണാൻ പറ്റിയെന്നുള്ളതാണ്. വാപ്പ കരഞ്ഞപ്പോൾ എന്നാണ് അല്ലേ. അതാണ്. എന്നിട്ട് നോക്കി നിങ്ങൾ ആ ഹിജ്റയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആണ് വാഹനം ഒരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയിട്ട് ബനൂ ദൈൽ ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വാടകയ്ക്ക് വാങ്ങി ഗൈഡായിട്ട് പണം മുടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അബൂബക്കറും കൂടിയാണ്. മനസ്സിലല്ലേ? അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖിത്തിനെ ഗൈഡായിട്ട് വാങ്ങുന്നത്, വാടകയ്ക്ക് വാങ്ങിയാണ്. പിന്നെ സാഹിബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ സാഹിബ് ആയിഷയും അസ്മയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ 2 മക്കൾ, അവരാണ് ഭക്ഷണം ഒരുക്കി യാത്രയ്ക്ക് വേണ്ട സാധന സാമഗ്രികൾ തയ്യാറാക്കിയിട്ട് നൽകിയത്. അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ രാത്രിയിൽ ഗാർ സൗറിൽ എന്നും അവിടെ എത്തും അന്തി ഉറങ്ങാൻ മാത്രമല്ല, പിന്നെ മക്കയിലെ വാർത്തകൾ അവിടെ എത്തിക്കാൻ. സൗർ മലയിലേക്ക് എത്ര ദൂരമുണ്ട്? മക്കയിൽ നിന്ന് കഅബയുടെ പരിസരത്ത് നിന്ന് സൗറിലേക്ക് എത്തണമെങ്കിൽ എത്ര നടക്കണം? എത്ര പ്രയാസകരാണ് ആ വഴി. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കറിനെ അബൂബക്കർ റളിയല്ലാഹു ഒരുക്കി തയ്യാറാക്കി. കാരണം അവിടേക്ക് വാർത്തകൾ എത്തണം. ആമിർ ബിൻ ഫുഹൈറ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഇടയനാണ്. അതല്ലേ? ഈ ദൂരം മുഴുവൻ താണ്ടി ആടുകളെയും കൊണ്ട് ആ മലയുടെ മുകളിൽ സൗറിൽ പാല് നൽകാൻ അവിടെ എത്തണം. പിന്നെയോ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ നടന്നു പോകുന്ന കാൽപ്പാട് മായ്ക്കും വേണം. അത് ആടുകൾക്ക്
കൂട്ടം കൂടി നടക്കുമ്പോഴേ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതും അവിടെ നിർവഹിക്കപ്പെടണം. അതൊക്കെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സാഹിബ് അതല്ലേ അതിൻ്റെ ആ ഒരു ധർമ്മം നിർവഹിക്കുകയാണ്. പിന്നെ ഹിജ്റ പോകുമ്പോൾ തന്നെ അബൂബക്കർ റളിയല്ലാഹു മുന്നിലേക്ക് ഓടുന്നതാണ്, പിന്നിലേക്ക് ഓടുന്നതാണ്. അപ്പോൾ അബൂബക്കറിനോട് ചോദിക്കുകയാണ് എന്താണ്? അപ്പം പറയുന്നത് റസൂലെ ഞാൻ റസ്ദിനെ ഓർക്കുമ്പോൾ, റസ്ദ് എന്ന് പറഞ്ഞാൽ മുന്നിൽ പതിയിരിക്കുന്ന ശത്രുവാണ്, മനസ്സിലല്ലേ? അതോർക്കുമ്പോൾ ഞാൻ മുന്നിൽ പോകും, നിങ്ങൾക്ക് വല്ല വിപത്തും ആയി ആ നിലക്ക് വരുമെന്ന്. പിന്നെ ഞാൻ തൊലബിനെ ഓർക്കും, തൊലബ് എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് വരുന്ന ശത്രുവാണ്, അപ്പം ഞാൻ പിന്നിലേക്ക് ഓടും, നിങ്ങൾക്ക് നേരെ വല്ല ശത്രു അവിടുന്ന് വരുന്നുണ്ടോ. പിന്നെ ഞാൻ ഇടവും വലവും ആലോചിക്കും, അവിടെ നിന്ന് വല്ല അതുവും നിങ്ങൾക്കെതിരിൽ അതിക്രമം കൊണ്ടുവരുന്നുണ്ട്, അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതാണ് ഞാൻ നിങ്ങളുടെ സമക്ഷത്തിൽ നിന്ന് 4 ദിക്കുകളിലേക്കും പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. മനസ്സിലല്ലേ? ഗുഹയിലെത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗറിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവേശിക്കുകയാണ്. വല്ല ഉപദ്രവങ്ങളും അവിടെ ഉണ്ടോ എന്നുള്ളത് കയറി നോക്കാൻ വേണ്ടി. മനസ്സിലല്ലേ? അതാണ് സ്വാഹിബ്. മനസ്സിലല്ലേ? ഇങ്ങനത്തെ സ്വാഹിബ് ആ ഒരു വിശേഷണത്തിൽ ഒരു പ്രസിദ്ധൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മലക്കുകളിൽ ഒരു സാഹിബ്, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ ചരിത്രത്തിൽ വായിക്കണ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹിബ് എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പ്രത്യേകതയിലല്ല, അത് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മികച്ച ഉദാഹരണമാണ്. അതൊക്കെ പടപ്പുകളാണ്. പടപ്പുകളിൽ സുഹബത്ത് എന്ന് പറഞ്ഞാൽ ഇമാം മുഹമ്മദ് ബിൻ ഹുസൈൻ അന്നൈസാപൂരി അബു അബ്ദുറഹ്മാൻ അസ്സുലമി എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. ഹിജ്റ 412 മരണപ്പെട്ട പണ്ഡിതനാണ്. മുഹമ്മദ് ബിൻ ഹുസൈൻ അന്നൈസാപൂരി, അബു അബ്ദുറഹ്മാൻ അസ്സുലമി എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടുക. അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, ആദാബു സുഹ്ബ എന്ന പേര്. ആദാബു സുഹ്ബ അല്ലേ? കൂട്ടുകെട്ടിന് 80 മര്യാദയാണ്. സുഹബത്തിന് 80 മര്യാദകൾ, കൂട്ടുകാരുടെ സാഹിബിൻ്റെ 80 സ്വഭാവങ്ങൾ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ട്. ഇതൊക്കെ ഒത്തിണങ്ങിയ ഒരു കൂട്ടുകാരൻ നടത്തണമെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് സാഹിബ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എല്ലാം നിസ്ബ് സാഹിബേ ഉള്ളൂ എന്ന് പറഞ്ഞ്. കാരണം എന്താ, പൂർണ്ണാർത്ഥത്തിലൊരു സാഹിബിന് ഒരാൾക്ക് തരപ്പെടുക എന്നുള്ളത് സാധ്യമല്ല, ക്ഷിപ്രസാധ്യമല്ല. കാരണം എത്രമാത്രം മര്യാദകളുണ്ട് ഒരാൾ സാഹിബാകാൻ. സാഹിബിന് കുറേ പ്രത്യേകതകളുണ്ട്. അതൊക്കെ ഒത്തിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാൾ സാഹിബാകുള്ളൂ എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം സാഹിബ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ആ ഒരു പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു ചെന്നായക്കുട്ടിനെ വളർത്തിയൊരു കഥ ഉണ്ട് അറബിയിൽ. ചെന്നായക്കുട്ടിനെ വളർത്തിയപ്പോൾ ആ ചെന്നായക്കുട്ടിനെ വളർത്തി കൊണ്ടുവന്നത് ഒരു ആടിനോടൊപ്പമാണ്. ഈ ആട് പെണ്ണാടാണ്. അതിനെ കറന്നിട്ടാണ് ഈ ചെന്നായക്കുട്ടിക്ക് പാല് കൊടുക്കുക. അങ്ങനെയാണ് വളർത്തിയത്. ഈ ആടിൻ്റെ പാല് കുടിച്ച് വളർന്ന ഈ ചെന്നായ ഉണ്ടല്ലോ, ചെന്നായൻ്റെ സാഹിബായി ആര്? ആട്. മാത്രമല്ല വളർത്ത് പുത്രൻ എന്ന ഒരു സ്ഥാനം കൂടിയുണ്ട്. പക്ഷേ ഇവ ആളായപ്പോൾ എന്താ ചെയ്തത്? ഈ ആടിനെ തിന്നിട്ട് പോഞ്ഞു എന്നാണ് ചെന്നായ. അപ്പോൾ അതിലൊരു കവിത ഉണ്ട്, ഞാൻ മറന്നുപോയി. കവിതയിൽ അതിൻ്റെ വിഷയം ഇതാണ്. എൻ്റെ ഹൃദയത്തെ ഭേദിച്ചാണ് നീ കടന്നു കളഞ്ഞത്. നീ നിൻ്റെ വളർത്തുമ്മയാണ് കടിച്ചു തിന്നത്. ശരിയല്ലേ? അതിൻ്റെ പാല് നൽകി ഞാൻ നിന്നെ വളർത്തിയെങ്കിലും നിൻ്റെ തന്ത ചെന്നായിയാണല്ലോ എന്നുള്ളൊരു ബോധം എനിക്കില്ലാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. മനസ്സിലല്ലേ? പലപ്പോഴും അതാണ് സാഹിബ് എന്താവും, സാഹിബ് പലപ്പോഴും സാഹിബാകാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്, ഈ പിന്നെ അക്രമവാഞ്ച, അതേപോലെ തന്നെ സ്വാർത്ഥത, ഇതൊക്കെ പലപ്പോഴും അത് സുഹബത്തിനെ ഹനിക്കും വിധമുള്ളതായിരിക്കും പലരെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് നമ്മൾ യഥാർത്ഥ സുഹബത്തിൻ്റെ ചരിത്രം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അതേപോലെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം, അങ്ങനത്തെ മഹത്തുക്കളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് മാതൃകയാകാൻ നമ്മൾ ചെയ്യുന്നത് പഠിക്കണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹിബ് എന്ന് പറയുമ്പോൾ അത് വന്ന ആ ഒരു പ്രയോഗം, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയോടൊപ്പം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിന്റെ വിവിധ പ്രയോഗങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര ചെയ്യുകയാണ് എങ്കിൽ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ, വാഹനം കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ല പറയും, പിന്നെ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറയും, അൽഹംദുലില്ലാ 3 പ്രാവശ്യം പറയും, പിന്നെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വാ വമിനൽ അമലി മാ തർദാ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഅദ അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ. അതാണ് അസ്സാഹിബ്. അള്ളാഹിനോട് പറയണം, അല്ലാഹുമ്മ അല്ലാഹുവേ അൻത നീ അസ്വാഹിബ്, നീ സ്വാഹിബാണ് ഫി സഫർ യാത്രയിൽ. അവിടെയാണ് അസ്സാഹിബ് എന്ന പ്രയോഗം വന്നത്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ചില റിപ്പോർട്ടുകളിൽ വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാലി എന്നുണ്ട്. ഫിൽ അഹ്ലി വൽ മാൽ. വൽ ഹാമിലു അല ബഹർ അല്ലാഹുമ്മ അസ്ഹബ്നാ ഫീ സഫരിനാ വഖ്ലുഫ്നാ ഫീ അഹ്ലിനാ അല്ലാഹുമ്മ അസ്ഹബ്നാ ബിനുസ്ഹിക് വഖ്ലിബ്നാ ബിദിമ്മതിക് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബ് ഫിൽ അഹ്ലി വൽ മാലി വൽ വലദ്. ചില റിപ്പോർട്ടുകളിൽ വകആബത്തിൽ മൻദർ എന്ന് കഴിഞ്ഞിട്ട് വമിനൽ ഹൗരി ബാദൽ ഖൗർ വമിൻ ദഅവത്തിൽ മദ്ലൂം എന്നുണ്ട്. ഈ പദങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. വാഹനപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അലി റളിയല്ലാഹു തആല എന്നുള്ള നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ല ചൊല്ലി അല്ലാഹു അക്ബർ 3 പ്രാവശ്യം ചൊല്ലി വാഹനപ്പുറത്ത് കയറിയിരുന്ന് ഉടനെ അൽഹംദുലില്ലാഹ് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക റബ്ബി ഇന്നി ളലംതു നഫ്സി എന്ന് തൻ്റെ തെറ്റുകളെ ഓർത്ത് അത് പൊറുക്കലിനെ തേടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ദുആ ചെയ്ത് ചിരിക്കാറുണ്ടായിരുന്നു എന്നാണ്. കാരണം എന്താ, അങ്ങനെ നമ്മുടെ തെറ്റെണ്ണി അള്ളാഹിനോട് പൊറുക്കലിനെ തേടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനോട് പ്രതികരിക്കുമെന്നാണ്. പാപം പൊറുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് എൻ്റെ ദാസൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ചിരി തൂകും. അതുകൊണ്ട് അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചതിനാൽ അലി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ പിൽക്കാലത്ത് ഇതുണ്ട്, ഇത് ഉദ്ധരിച്ചു കൊടുക്കുന്ന റാവിയോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതല്ലേ വിഷയം. ദുആന്റെ തുടർഭാഗമാണ്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ഓതിയിട്ട് പിന്നെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ പുണ്യം, ഭക്തി അതൊക്കെ നിന്നോട് തേടുന്നു. വമിനൽ അമലി മാ തർള, കർമ്മങ്ങളിൽ നീ ഇഷ്ടപ്പെടുന്നത് നിന്നോട് യാചിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണമേ. വത്വി അന്നാ ബുഅദ, അതിൻ്റെ ദൂരം നീ ലഘൂകരിച്ച് ചുരുക്കി തരണമേ. പിന്നെ അല്ലാഹുമ്മ, അല്ലാഹുവേ അൻത സ്വാഹിബു ഫി സഫർ, അല്ലാഹുവേ നീ ആകുന്നു യാത്രയിൽ അസ്വാഹിബ്. എന്താ യാത്രയിൽ സാഹിബ് എന്ന് പറഞ്ഞ? സാഹിബിന്റെ അർത്ഥം മുലാസിം എന്നാണ്. മുലാസിം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആള് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയിൽ സാഹിബാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കാവൽ, അള്ളാഹിന്റെ സംരക്ഷണം അതുകൊണ്ടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫി സഫർ, അല്ലാഹുവേ യാത്രയിൽ നിന്റെ പരിരക്ഷ കൊണ്ട്, നിന്റെ സംരക്ഷണം കൊണ്ട് നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്നാണ് അതിന്റെ അർത്ഥം. വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാൽ, സ്വത്തിലും സന്തതികൾ, കുടുംബം, അതിലും അള്ളാഹു ഖലീഫ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അൽ ഖലീഫ എന്നുള്ളത് അള്ളാഹുവിന്റെ പേരുമായി ബന്ധപ്പെട്ട് വേറെ വിഷയമാണ്, നമുക്ക് വരും ഇൻഷാ അല്ലാഹ്. പക്ഷെ അവിടെ അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ തുണയും ആർക്കുണ്ടാകണം? നമ്മൾ വിട്ടേച്ചു പോകുന്ന കുടുംബത്തിനുണ്ടാകണം, നമ്മൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാൽ എന്ന് പറയുന്നത്. പിന്നെ വൽ ഹാമിലു അല ബഹർ, വാഹനപ്പുറത്ത് നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ്? ചുമക്കുന്നതും വഹിക്കുന്നതും ആരാണ്?
അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അള്ളാഹിൻ്റെ കാവലാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിന് നമ്മൾ വകവെക്കണം. അൻത സാഹിബു ഫി സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ലി വൽ മാൽ വൽ ഹാമിലു അല ദഹർ. പിന്നെ അല്ലാഹുമ്മ അസ്ഹബ്നാ ഫി സഫരിൻ, അള്ളാഹുവെ ഞങ്ങളുടെ യാത്രയിൽ നീ ഞങ്ങളെ അനുഗമിക്കണമേ. അള്ളാഹിൻ്റെ സംരക്ഷണം അത് ഏകിക്കൊണ്ടുള്ള അനുഗമനാണ് ഉദ്ദേശം. വഖ്ലുഫ്നാ ഫി അഹ്ലിന, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഞങ്ങൾക്ക് പിൻഗാമിയാകണമേ. അതേപോലെ അല്ലാഹുമ്മ ഇസ്ഹബ്നാ ബിനുസ്ഹിക് വഖ്ലിബ്നാ ബിദിമ്മതിക്, അള്ളാഹുവിൻ്റെ സംരക്ഷണം കൊണ്ട് അള്ളാഹു, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നുസ്ഹ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ കാവലാണ്. അതുകൊണ്ട് ഒപ്പം ഉണ്ടാകണമേ. ഇസ്ഹബിന, സാഹിബ് എന്നതിൽ തന്നെയാണ് അതും അള്ളാഹുവിൻ്റെ കാവലിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതായ തേട്ടാണ്. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തവണയാണ് അള്ളാഹുവിൻ്റെ കാവലിന് വിവിധ പ്രയോഗങ്ങളിലൂടെ തേടുന്നത്, അതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ, യാത്രയിലെ ക്ലേശങ്ങളിൽ നിന്ന് അള്ളാഹുവെ നിന്നിൽ രക്ഷ തേടുന്നു. വകആബത്തിൽ മന്ദർ, മോശമായ കാഴ്ചകളിൽ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് അള്ളാഹുവെ നിന്നിൽ അഭയം തേടുന്നു. വൽ ഹൗർ ബഅദൽ കൗർ വമിനൽ ഹൗർ ബഅദൽ കൗർ എന്ന് പറഞ്ഞാൽ എന്താ? യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കാണത്. വൽ ഹൗർ ബഅദൽ കൗർ. കൗർ എന്ന് പറഞ്ഞാൽ പുണ്യപ്രവൃത്തികളിൽ ആളാകുക എന്നാണ്. ഹൗർ എന്ന് പറഞ്ഞാൽ വ്യതിചലിക്കുക എന്നാണ്. അപ്പം എന്താ? സൽപ്രവൃത്തികൾ അനുഷ്ഠിച്ച മനുഷ്യന്മാരെന്ത് ചെയ്യാണ്? പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങുന്ന അവസ്ഥ, വ്യതിചലിക്കുന്ന അവസ്ഥ. ഇന്ന് ആദർശ വ്യതിയാനങ്ങളൊക്കെ അതിൻ്റെ ദുരന്ത കാഴ്ചകളല്ലേ. ഒരു കാലത്ത് ദീനിനു വേണ്ടി പറഞ്ഞിരുന്നവർ, അള്ളാഹുവിന് വേണ്ടി പറഞ്ഞിരുന്നവർ, സുന്നത്തിന് വേണ്ടി സംസാരിച്ചിരുന്നവർ, ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് നേരെ എതിരിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിന് വളം എന്ന് പറഞ്ഞ പോലെയാണ്. വളരെ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വമിനൽ ഹൗർ ബഅദൽ കൗർ, കൗറിന് ശേഷം ഹൗറിൽ നിന്ന് അള്ളാഹുവെ നിന്നൽ അഭയം തേടുന്നു എന്നാണ്. അതായത് ആദർശത്തിൽ ആളായതിനു ശേഷം അതിൽ നിന്ന് വ്യതിചലിക്കുക, പുണ്യം പ്രവർത്തിച്ചതിന് ശേഷം മാർഗഭ്രംശിയാകുക, അതിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടുകയാണ്. അതേപോലെ വമിൻ ദഅവത്തിൽ മദ്ലൂം, പ്രാർത്ഥന, മർദ്ദിതന്റെ പ്രാർത്ഥനയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുകയാണ്, രക്ഷ തേടുകയാണ്. പിന്നെ വസൂഇൽ മൻദർ ഫിൽ അഹ്ലി വൽ മാലി വൽ വലദ്, സൂൽ മുൻഖലബ് എന്നുണ്ട്, സൂൽ മൻദർ എന്നുണ്ട്. കുടുംബത്തിൽ, സന്തതികളിൽ, സമ്പത്തിൽ മോശമായ കാഴ്ചകൾ, മോശമായ ഒരു മടക്കാവസ്ഥ, അതിൽ നിന്ന് അഭയം തേടുക എന്നുള്ളതാണ്. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ കുടുംബം, സന്താനം, സമ്പത്ത്, ഇതൊക്കെ നമ്മുടെ മനസ്സ് കുളിർക്കും വിധം ആയില്ല എങ്കിൽ എത്ര നോവായിരിക്കും, എത്ര പ്രശ്നമായിരിക്കും, അല്ലേ? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യാത്ര പോകുമ്പോൾ തന്നെ ഒരു പതിതമായ അവസ്ഥ മടക്കത്തിലുണ്ടാവരുതേ എന്നുള്ള ഒരു തേട്ടം അത് തേടി. കാരണം എന്താ, നമ്മൾ ഇവിടെ ഈ ഹദർ മുൻകരുതലാണ്. നമ്മളോട് പറഞ്ഞിട്ട് ഖുദൂ ഹിദറക്കും, മുൻകരുതലെടുക്കാൻ. ഇത് ഇസ്തിആദത്ത്, അഭയത്തേട്ടാണ്. യാത്രക്കാരൻ്റേത് അഭയത്തേട്ടാണ്. അഭയത്തേട്ടം എന്തിനാ? വഴിയിൽ പതിയിരിക്കുന്ന ഒരു അപകടം, വരാനിരിക്കുന്ന ഒരു അപായം, അതിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. അത് പൈശാചികതയാകാം, അല്ലാത്തതാകാം. നമ്മളെ കാത്തിരിക്കുന്നതായ ഒരു അപകടം, അത് നമ്മൾ ഇന്ന് വഴിമാറണം. അതിൽ നമ്മൾ നിബന്ധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ കാലെ കൂട്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹിനോട് രക്ഷയ്ക്ക് വേണ്ടി തന്നെ. അതിനാണ് ഇസ്തിആദത്ത് എന്ന് പറയാം, അഭയത്തേട്ടം. ആ തേട്ടാണ് നമുക്ക് മോശമായി വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിച്ചത് വഴിമാറ്റുക. നമുക്കൊരു അപകടം വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അപകടത്തെ വഴിമാറ്റുക. നമ്മളൊക്കെ ഖദാ ഖദറിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹിൻ്റെ വിധി വിശ്വാസത്തിൽ വിശ്വാസമുള്ളവരാണ്. അള്ളാഹു വിധിച്ചതെന്തോ അതേ ഇവിടെ നടക്കൂ. അത് മാറ്റാനും തിരുത്താനും നമുക്ക് ആർക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു വിധിച്ചതിനെ തിരുത്താൻ, മാറ്റാൻ, ഏറ്റാൻ, കുറക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ സുരക്ഷിതാണ്, സുരക്ഷിത ഫലകത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, അതെന്താ? നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. ഖദയെ ചെറുക്കൽ ആര് മാത്രമാണ്? ദുആ മാത്രമാണ്. ലാ യറുദ്ദുൽ ഖദാ ഇല്ല ദുആ. സൽമാൻ അൽ ഫാരിസിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ ഖദാ
ഖദാഇനെ, വിധിയെ ചെറുക്കാൻ ദുആ മാത്രമാണുള്ളത് എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച് പഠിപ്പിച്ചു. വഖിനി ശർറ മാ ഖദൈത്, വഖിനി ശർറ മാ ഖദൈത്, നീ വിധിച്ചതിലെ മോശമായതിൽ നിന്ന് നീ എന്നെ കാക്കേണമേ എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ വിധിയെ ചെറുക്കാനും വിധിയെ തിരുത്താനും നമുക്ക് സാധ്യമല്ല, അത് നമ്മൾക്കുള്ള ഉറപ്പാണ്. പക്ഷെ ഒന്നുണ്ട്, എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതിനെ മാറ്റാനും തിരുത്താനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിധിച്ചതെന്തോ അത് മാറ്റാനും തിരുത്താനും അള്ളാഹ്ക്ക് കഴിയും, നമുക്ക് കഴിയില്ല. അപ്പം ആ കഴിയുന്ന അള്ളാഹിനോട് ദുആ ഇരക്കാൻ അതിന് നമുക്ക് കഴിയും. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ നമ്മൾ വളരെ പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം. അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ കരുത്ത് അതെന്താണ്? നമ്മൾ വിധിയെക്കുറിച്ച് വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യംഹുല്ലാഹു മാ യശാ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായിക്കും, താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തും. അവൻ്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബ് ഉള്ളതെന്നാണ്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദാണ്. വിധി രേഖപ്പെടുത്തിയ ഫലകമാണ് ഉമ്മുൽ കിതാബ്. അത് അള്ളാഹിൻ്റെ അടുക്കലാണ്. താൻ ഉദ്ദേശിക്കുന്നതിന് അള്ളാഹു മായിക്കും, താൻ ഉദ്ദേശിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തും. പടപ്പുകൾക്ക് വിധിയിൽ ഒന്നുമേ തിരുത്താനോ മാറ്റാനോ സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൻ്റെ വിധിയിൽ മാറ്റം വരുത്താനും തിരുത്താനും കഴിവുറ്റവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുറ്റവനാണ്. അവനോട് അഭയം തേടുക, അവനോട് രക്ഷയ്ക്ക് തേടുക, അവനോട് വിധിച്ചതിൽ മോശമോ വിനയായതോ വിപത്തായതോ ഉണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ ഒഴിവാക്കാൻ യാചിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കുന്ന വിഷയമാണ്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖലാഇനെ ചെറുക്കാൻ ദുആയേ ഉള്ളൂ. അതുകൊണ്ട് ദുആയിരക്ക് നമ്മുടെ ഭാവികളിൽ, നാളുകളിൽ, വഴികളിൽ മോശമായി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? അത് വഴി മാറ്റാൻ വേണ്ടിയിട്ട് തേടണം. ആരോട് തേടണം? വിധിച്ചവനോട് തേടണം. അതിനാണ് ഇസ്തിആദത്ത് എന്ന് പറയാം, അഭയത്തേട്ടം എന്ന് പറയാം. വരാനിരിക്കുന്ന അപായങ്ങൾ, അപകടങ്ങൾ വഴിമാറ്റാൻ വേണ്ടിയിട്ടുള്ള തേട്ടം. അതാണ് നമ്മൾ അഊദു ബില്ലാഹി എന്ന് പറഞ്ഞ് തേടുന്നത്. അഊദു ബില്ലാഹി, അള്ളാഹുവിൻ്റെ സഹായത്തിൽ, അള്ളാഹുവിൻ്റെ സവിധത്തിൽ, സമക്ഷത്തിൽ ഞാൻ ആശ്രിതനാകുന്നു, അഭയം തേടുന്നു, അള്ളാഹുവിൽ ഞാൻ ശരണം വിളിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുളതാണ്. മോശം വിധിക്കപ്പെട്ടതുണ്ട് എങ്കിൽ അത് വഴി മാറ്റാൻ അള്ളാഹുവിനെ സാധിക്കൂ എന്നുള്ളതാണ്. അതാണ് ഇസ്തിആദത്തിൻ്റെ പൊരുൾ, അതിൻ്റെ കാതൽ. അതുകൊണ്ടാണ് നമ്മളോട് ഒരു വ്യക്തിനെ തേള് കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലെ ഇന്നലെ രാത്രി ഇന്നെ തേള് കടിച്ചു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? പ്രദോഷത്തിൽ അഊദു ബികലിമാത്തില്ലാഹി തആമാത് മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി തആമാത് മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചതിലെ കെടുതിയിൽ നിന്ന്, വിപത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. ഈ ദുആ അയാൾ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അത് അയാൾക്ക് ഒരിക്കലും അപകടമായി ഭവിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതേപോലെ കുറേ തേട്ടങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഇസ്തിആദത്തിൻ്റെ തേട്ടങ്ങൾ. ഒരിടത്ത് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി തആമാത് മിൻ ശർരി മാ ഖലഖ് പറയാൻ പറഞ്ഞു. ആ സ്ഥലത്ത് നിന്ന് പോണത് വരെ അപകടം പിണയില്ല എന്നർത്ഥത്തിൽ. ഇതേപോലെ ഇസ്തിആദത്തിൻ്റെ തേട്ടങ്ങൾ, ദുആകൾ ധാരാളം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രാവിലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് 3 തവണ ചൊല്ലി വൈകുന്നേരം വരെ, വൈകുന്നേരം 3 തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ രാവിലെ വരെ. മനസ്സിലല്ലേ? പരീക്ഷണങ്ങൾ ഏൽക്കില്ല, വിപത്തുക്കൾ പരീക്ഷണമായി ഭവിക്കില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട്. വിഷയം എന്താ? വിഷയം നമ്മൾക്ക് മുന്നിലിരിക്കുന്ന അപകടങ്ങൾ, പിണയാനിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമുക്ക് ബോധമല്ല, അറിയില്ല, നമ്മൾ നാളെ വായിക്കില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതറിയാം. അതുകൊണ്ട് പിണയാനിരിക്കുന്നതായ അപകടങ്ങൾ അത് പിണയാതെ വഴിമാറാൻ ആയുധം അതെന്താണ്? ഇസ്തിആദത്താണ് എന്നുള്ളതാണ്. യാത്രയിൽ അത്തരം അപകടാവസ്ഥകളെ കൂടുതലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ളതായ ഇത്തരം ദുആഇന്റെ വചനങ്ങൾ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വൽ ഹൗർ ബഅദൽ കൗർ
ആദർശത്തിൽ ആളായി, ഇനി ആദർശത്തിൽ നിന്ന് വഴിമാറാതിരിക്കാൻ, വ്യതിചലിക്കാതിരിക്കാനുള്ള അഭയത്തേട്ടം. വമിൻ ദഅവത്തിൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥന. മർദ്ദിതന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യാത്രയിൽ നമ്മൾ ഒരാളെ മർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, യാത്രയിലാണ്, അയാൾ യാത്രക്കാരനാണെങ്കിൽ യാത്രക്കാരൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കും. മനസ്സാ വാചാ കർമ്മണ, യാത്രയിൽ മനുഷ്യന്മാർക്ക് പലപ്പോഴും ക്ഷമ നഷ്ടപ്പെടുന്ന ടൈമാണ് ഇപ്പോൾ യാത്ര. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വാർത്ഥതയായിരിക്കും വലുത്. അതുകൊണ്ട് തന്നെ ആളുകളെ ദ്രോഹിക്കുന്ന അവസ്ഥ അത് വാക്കാലുണ്ടാവും, പ്രവൃത്തിയാലുണ്ടാവും, മനസ്സാലുണ്ടാവും. മർദ്ദിതൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത വാഗ്ദാനാണ്, ല അൻസുറന്നക വലൗ ബഅദ ഹീൻ, നിനക്ക് സഹായം വരിക തന്നെ ചെയ്യും, ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി. മനസ്സിലല്ലേ? കാർമുകിലുകൾ മാറിക്കൊടുക്കും മർദ്ദിതന്റെ ദുആ മാനം കയറുമ്പോൾ, അത് നേരെ അർശിന് മുട്ടാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാണ്, വമിൻ ദഅവത്തിൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥനയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്ന്. പിന്നെ വസൂഇൽ മംബർ ഫിൽ അഹ്ലി വൽ മാലി വൽ വലദ്, കുടുംബത്തിൽ, സന്തതികളിൽ, സമ്പത്തിൽ മോശമായ കാഴ്ചകൾ അതെപ്പോൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ. ഇമ്പോർട്ടൻ്റ് വിഷയമാണത്. പ്രത്യേകിച്ച് പ്രവാസത്തിൻ്റെ ഇക്കരയിൽ ഒരു മടക്കം, ആ സമയം നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്തുക്കൾ അത് നമുക്ക് അനുകൂലമായൊരവസ്ഥയിൽ കാണപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അഭയത്തേട്ടം തന്നെയാണ് മുഖ്യവും പ്രധാനവും. അത് ആത്മാർത്ഥമായിട്ട് നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്താണ് നമ്മളിവിടെ വായിക്കുന്നത്. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് ഇത് റിപ്പോർട്ട് ചെയ്യണത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയാണ്, യാത്ര കഴിഞ്ഞ് മടങ്ങി പറയുന്നതാണ്, യാത്ര കഴിഞ്ഞ് മടങ്ങിയാലും ഈ പ്രാർത്ഥന നടത്തുമെന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിബൂന തായിബൂൻ ആബിദൂൻ ലിറബ്ബിന ഹാമിദൂൻ എന്ന്. അപ്പൊ യാത്ര പുറപ്പെടുമ്പോൾ ഇതൊക്കെ പറയും, യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഇതൊക്കെ പറയും, ഈ പറഞ്ഞതൊക്കെ. പിന്നെ ആയിബൂന തായിബൂൻ ആബിദൂൻ ലിറബ്ബിന ഹാമിദൂൻ എന്നേറെ പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആക്ക് വിരാമിടുക എന്നുള്ളതാണ്. മനസ്സിലായ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ യാത്രക്കാരൻ്റെ പ്രാർത്ഥന എന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഇത് പറയേണ്ടതുമാണ്. വലിയ യാത്ര പോകുന്നുണ്ടെങ്കിൽ മാത്രം പറയാനുള്ളതല്ല ദുആഉ സഫർ. ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ഒന്നും പോകണ്ട, അപ്പോഴത്തേക്ക് ഇത് പറയുമായിരുന്നു എന്നുള്ളതാണ് ഹദീസിലുള്ളത്. വാഹനത്തിൽ ഇരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആഉ സഫർ നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിത്യമാക്കേണ്ട പ്രാർത്ഥന വചനങ്ങളാണ് ഈ പറയപ്പെട്ടവ. അതിൽ ചിലതൊക്കെ പല റിപ്പോർട്ടുകളിലും ഏറെ വന്നത് ഞാനിവിടെ ഉണർത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായിട്ട് വന്നത് ഇതിൽ ചുരുക്കം ഭാഗങ്ങളാണ്. പക്ഷേ അതിൻ്റെ വിവിധ റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ചാണ് ഈ ഇത് ഞാനിവിടെ പൂർണ്ണമായിട്ട്. ഈ പ്രാർത്ഥനയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അസ്വാഹിബ് എന്നുള്ള പ്രത്യേകത, വിശേഷണം അറിയിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, അള്ളാഹുവെ യാത്രയിൽ നീയാകുന്നു അസ്വാഹിബ്. അപ്പോൾ യാത്രയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാവൽ കൊണ്ടും സംരക്ഷണം കൊണ്ടും നമ്മളോട് കൂടെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവുന്നവനാണ് അള്ളാഹു. അങ്ങനെ ഉണ്ടാകണം എന്നുള്ള ഒരു തേട്ടം അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹ്ക്ക് അസ്വാഹിബ് എന്നുള്ളൊരു പ്രത്യേകത അത് തെളിവുകളിൽ വന്നിട്ടുണ്ട്. അത് അസ്മാഉൽ ഹുസ്നയാണോ? ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും അത് അസ്മാഉൽ ഹുസ്നയിൽ പേരല്ല എന്നുള്ള വീക്ഷണക്കാരാണ്. അസ്വാഹിബ് കൂടെ അനുഗമിക്കുന്നവനും സഹവസിക്കുന്നവനുമാണ്. അള്ളാഹുവിൻ്റേത് അവൻ്റെ സംരക്ഷണം കൊണ്ട്, കാവൽ കൊണ്ട്. പ്രസിദ്ധരായ സാഹിബിങ്ങളെ നമ്മൾ കേട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനെ കുറിച്ച്. അവരൊക്കെ അസ്സാഹിബ് എന്ന വിശേഷണം അർഹിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ ആ സഹവാസത്തിൻ്റെ മേന്മ കൊണ്ടും പ്രത്യേകത കൊണ്ടും ആത്മാർത്ഥത കൊണ്ടുമാണ്. പലപ്പോഴും അസ്സാഹിബ് എന്ന വിശേഷണം അത് പടപ്പുകളിൽ പലരും അർഹിക്കൂല. അതെന്തുകൊണ്ടാണ്? പലപ്പോഴും ആത്മാർത്ഥമായിരിക്കൂല. പിന്നെ ഒരു സാഹിബിനുണ്ടാകേണ്ട ഗുണങ്ങൾ നിഴലിക്കൂല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ചീത്ത കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല കൂട്ടുകാരനെ കുറിച്ച് എന്താ പറഞ്ഞത്? നല്ല കൂട്ടുകാരന് റസൂലുള്ള പറഞ്ഞത് അൽ ജലീസു സ്വാലിഹ് എന്നാണ്, ജലീസു സാലിഹ്. ചീത്ത കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞത് അൽ ജലീസു സയ്യി ആണ്, മോശം കൂട്ടുകാരന്. രണ്ടാളെ ഉപമിച്ചത് എന്തിനോടാ? ജലീസു സാലിഹ് അത്തറ് വിൽക്കുന്നവനോടാ. അത്തറ് വിൽക്കുന്നവൻ്റെ തോളിൽ കൈയിട്ടാൽ എന്താ ഉണ്ടാകുക? നറുമണം, സുഗന്ധം ഉണ്ടാവുക. മനസ്സിലായി? മോശം കൂട്ടുകാരൻ ആരോട് ഉപമിച്ചത്? കൊല്ലപ്പണിക്കാരനോടാണ്. കൊല്ലപ്പണിക്കാരനോട്. കൊല്ലപ്പണിക്കാരൻ്റെ ആലയിൽ പോയി അവനോട് കൂട്ടുകൂട്ടിയാൽ എന്താ ഉണ്ടാകുക? അവിടുത്തെ കരിയും പുകയൊക്കെയാണ് മണക്കുക. മനസ്സിലായില്ലേ? അപ്പം നല്ലവരോട് കൂട്ടുകൂടിയാൽ അവരുടെ നല്ലത് കിട്ടും. ആ ചേലും കോലൊക്കെ നമുക്കുണ്ടാകും. ദുഷിച്ചവരോട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കുരുത്തക്കേടും അതിൻ്റേതായ ദുർഗുണങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരൻ്റെ ആദർശത്തിലായിരിക്കും, അതുകൊണ്ട് ആരോട് കൂട്ടുകൂടുന്നു എന്നുള്ളത് നോക്കട്ടെ എന്നാണ്, ആലോചിക്കട്ടെ എന്നാണ്. അന്യൻ്റെ തോളിൽ കൈയിടുന്നതിന് മുമ്പ് ആലോചിക്കണം ആരെ തോൾ കൊണ്ടുപോയിട്ടാണ് ഈ കൈയിടുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അസ്വാഹിബു സാഹിബുൻ എന്ന അറബി പറയും. കൂട്ടുകാരൻ അസ്വാഹിബ് സാഹിബുൻ എന്നാണ്. കൂട്ടുകാരൻ അയാളുടെ ആദർശത്തിലേക്ക് നമ്മളെ വലിക്കും എന്നുള്ളതാണ്. നല്ലതാണ് എങ്കിൽ അവൻ്റെ നന്മയിലേക്ക്, തീയതാണ് എങ്കിൽ അവൻ്റെ തിന്മയിലേക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിക്കാൻ പറഞ്ഞ്, ആരോട് കൂട്ടുകൂടുന്നോ അതിനെ ആലോചിക്കാൻ. ചില പൂർവികർ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരൻ എത്ര കണ്ട് കൂട്ടുകാരൻ കുറയണം അതിനനുസരിച്ച് അത് നല്ലതാണ് എന്നുള്ളതാണ്. കാരണം എന്താ? പലരും പല ആദർശക്കാരും പല സ്വഭാവക്കാരും ആയിരിക്കും. മനസ്സിലായില്ലേ? അവരുടെയൊക്കെ വൈവിധ്യങ്ങളായ നിറങ്ങൾ, ആദർശത്തിലുള്ള നിറങ്ങൾ പേറാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ വരും എന്നതിനാലാണ് ആ ഒരു ഭീതി പറഞ്ഞത്. പക്ഷേ യഥാർത്ഥ കൂട്ടുകാരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥ സാഹിബ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സാഹിബ് നമ്മളെ സഹായിക്കും. എന്തിനാ സഹായിക്കുക? നന്മക്ക് സഹായിക്കും, പുണ്യത്തിന് സഹായിക്കും. വതആവനു അലൽ ബിർരി വത്തഖ്വ. ഏതായാലും ഇവിടെ നമ്മൾ ഈ പരീക്ഷണത്തിൻ്റെ ഭൗതികതയിൽ ജീവിക്കുമ്പോൾ നല്ല സൂക്ഷ്മതയിലാണ് കാൽവെക്കേണ്ടത്, നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു അസ്വാഹിബാണ്. അള്ളാഹു നമ്മളെ അവൻ്റെ സംരക്ഷണം കൊണ്ട്, കാവൽ കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു കാവലിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇരക്കുകയും തേടുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ വായിക്കാനുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി തുണയേകി അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു സദസ്സിൽ ഇവിടെ കൂടിയതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാം തുണയേകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പിരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗം നൽകി നമ്മളെയെല്ലാം അള്ളാഹു ആദരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.